ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയ ഒരു ടർക്കിഷ് പാറ്റേൺ ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ രണ്ട് ബ്രൈഡ്സ് ഉണ്ട്, രണ്ടുപേരും സെയിം പാറ്റേൺ സെയിം കളേഴ്സൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു റെഡിമെയ്ഡ് ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഡിസൈനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റേതായ സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളൊക്കെ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ വരാമെന്നുള്ളത് കസ്റ്റമേഴ്സിന് കറക്റ്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ വർക്ക്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് പാറ്റേൺ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. കട്ട് ട്യൂബ്സിൻ്റെ വർക്ക്സാണ് കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് നേവി ബ്ലൂ ആണ് എല്ലാ ക്ലയൻറ്റും ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ടർക്കിഷ് പാറ്റേണിനേക്കാളും കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഈ ഒരു പാറ്റേൺ. കാണുമ്പോൾ ഭയങ്കര ഈസി ഓഫ് മേക്കിംഗ് ആണ്, പക്ഷേ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തേക്ക് ഡേയ്സ് ഓഫ് മേക്കിംഗ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ പ്രശ്നം. നമ്മൾ റെഫറൻസിൽ കണ്ട പിക്ചറിൽ ബ്രൈഡിൻ്റെ ബാക്ക് സൈഡ് കോളർ പോർഷനിൽ വല്ലാണ്ട് ചുരുണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റിച്ചിങ് പാറ്റേണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്യുമ്പം ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലയൻറ്റ് സ്ലീവിന് രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീവ് പാറ്റേൺ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഓവറോൾ സിമിലർ ലുക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സ്ലീവ് മാത്രമാണ് ഡിഫറെൻറ്റ് വരുന്നത്. ഒരു വീക്കിൽ നമുക്ക് 3 നേവി ബ്ലൂ ഔട്ട്ഫിറ്റ് ടർക്കിഷിൽ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രൈഡ്സിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ബ്രൈഡ് സഫ കാലിക്കറ്റ് എന്നാണ് നമ്മളെടുത്ത് വന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾ ഡയറക്റ്റ് ബുട്ടിക്കിൽ വന്നതാണ്. നെക്സ്റ്റ് ബ്രൈഡ് അസ്ര ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്, പക്ഷേ ആൾ കണ്ണൂർ തന്നെയാണ് ഡയറക്റ്റ് വന്നിട്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഒരു വീഡിയോയിൽ കാണുന്നതിലും ഒരുപാട് ഷൈനിങ്ങും ഉണ്ടായിരുന്നു ഈ ഒരു വർക്ക് ഡീറ്റെയിലിങ്ങിന്. നേവി ബ്ലൂവിൽ സിൽവർ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്ലിറ്റേർഡ് ആയിരുന്നു. അപ്പം നമുക്ക് ബ്രൈഡ്സൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുള്ള മേക്ക് ഓവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള റെഫറൻസും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനി സ്റ്റൈൽ ആയിക്കോട്ടെ, ടർക്കിഷ് ആയിക്കോട്ടെ, എല്ലാ വെറൈറ്റീസും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബുട്ടിക്ക് വരുന്നത് കണ്ണൂർ ഫോർട്ട് റോഡാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ സർവീസ് നല്ല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.